ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ തുറത്തു പറയണം. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ വേവലാതി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി പുറത്താക്കി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരാളെ എന്തിനാണ് പാലക്കാട് ജനങ്ങൾ തലയിലേറ്റേണ്ടത്? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ ആരോപണം ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം രാഷ്ട്രീയ ആരോപണമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കേൾക്കുന്നത് അവരുടെ ശബ്ദമാണ്. നമ്മൾ കാണുന്നത് അവർ അയച്ചിട്ടുള്ള മെസ്സേജുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്കുമൊന്നും അറിയില്ല. പക്ഷെ അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഈ ശബ്ദം എന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഈ മെസ്സേജ് ഒന്നും ഞാനല്ല അയച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അത് പറയാത്തിടത്തോളം കാലം അത് സത്യമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് പ്രാഥമികമായിട്ട് അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നത്. ഇതെല്ലാം ഫേക്ക് ആണെങ്കിൽ, ഇതെല്ലാം വ്യാജമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നതിന്റെ ആവശ്യമില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേവലം ഒരു ആരോപണം മാത്രമാണെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പൊ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതകൾ ഉണ്ട് എന്ന് വി.ഡി. സതീശന് അറിയാം, KPCCക്ക് അറിയാം, AICC നേതൃത്വത്തിന് അറിയാം. അങ്ങനെ വസ്തുതകൾ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവരെത്തുന്നത്? അല്ലെങ്കിൽ വി.ഡി. സതീശനും കോൺഗ്രസ് നേതൃത്വവും പറയട്ടെ, ഞങ്ങൾ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹം തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയട്ടെ. അത് പറയുന്നില്ലല്ലോ. രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നു? അപ്പൊ ഈ അന്തരീക്ഷം എല്ലാം കഴിഞ്ഞാൽ, ഈ തീയും പുകയും എല്ലാം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് ആളുകളുടെ കണ്ണടപ്പിക്കാം, വായടപ്പിക്കാം എന്നാണോ കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം വളരെ കൃത്യമാണ്. ഉന്നയിച്ചിട്ടുള്ള ആരോപണം, ഞങ്ങളുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. കോൺഗ്രസ് പുറത്താക്കുകയും പുറത്താക്കപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയാലും കുഴപ്പമില്ല, പുറത്താക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാലക്കാട് ജനങ്ങളോട് നീതി കാണിക്കണം. ഇങ്ങനെയുള്ള ഒരു MLA ചുമക്കാൻ പാലക്കാട് ജനങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടണം. അല്ലാതെ അയാളെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കണം. ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ സ്വയം വിഡ്ഢിയാകുന്ന ഇത്തരം അപഹാസ്യമായിട്ടുള്ള നാടകങ്ങൾ അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇമാതിരി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത്. ഞങ്ങൾ ഈ പ്രക്ഷോഭമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തി ഇതെല്ലാം തേച്ചുമച്ച് കളയാമെന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളം മുഴുവനും വലിയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. പാലക്കാട് MLA ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.